ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു മീൻപിടുത്തക്കാരൻ ജീവിച്ചിരുന്നു. അയാൾക്ക് ഭാര്യയും 5 മക്കളുമുണ്ട്. കുട്ടികൾ തീരെ ചെറിയവരായിരുന്നു. അയാൾക്കൊപ്പം ജോലിക്ക് പോകാനൊന്നും അവർക്ക് പ്രായമായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഒറ്റയ്ക്കായിരുന്നു മീൻ പിടിക്കാൻ പോയിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നദിയിൽ വലയെറിഞ്ഞാലേ അയാൾക്ക് മക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ചില ദിവസങ്ങളിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ അയാൾക്കന്ന് മീനൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ മുഴുവൻ പട്ടിണിയായിരിക്കും. അയാളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു അയാളുടെ സഹോദരൻ്റെ വീട്. അയാൾ ഒരു വലിയ പണക്കാരനായിരുന്നു. തീരെ പൊറുതികെട്ട ദിവസങ്ങളിൽ ചിലപ്പോൾ മീൻപിടുത്തക്കാരൻ്റെ ഭാര്യ കുട്ടികളെ ആരെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് കുറച്ച് ധാന്യമോ അല്ലെങ്കിൽ പച്ചക്കറികളോ എന്തെങ്കിലും കടം വാങ്ങാൻ വിടുമായിരുന്നു. പക്ഷേ എത്ര ചോദിച്ചാലും അയാൾ ഈ കുട്ടികളെ സഹായിക്കാറുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, അവർ കഷ്ടപ്പാടിലാണ് എന്ന ചിന്ത തൻ്റെ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് അയാളെ ഒരിക്കലും പിന്നോട്ട് വലിച്ചില്ല. അയാൾ വീട്ടിൽ വലിയ വിരുന്നുകൾ നടത്തുകയും ഒരുപാട് പണം ധൂർത്തടിക്കുകയും ചെയ്തു. ഒരു ചില്ലി കാശ് പോലും തൻ്റെ പാവപ്പെട്ടവനായ സഹോദരനെ സഹായിക്കാൻ വേണ്ടി അയാൾ ചെലവഴിച്ചില്ല. അങ്ങനെയിരിക്കെ വലിയ കാറ്റും കോളും ഉള്ള ഒരു ദിവസം മീൻപിടുത്തക്കാരന് നദിയിലേക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റിയില്ല. അയാൾക്കന്ന് വള്ളം ഇറക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിൽ അന്ന് വലിയ പട്ടിണിയായിരുന്നു. കുട്ടികൾ വിശന്ന് കരയാൻ തുടങ്ങി. വലിയ വിഷമം തോന്നിയ അയാൾ ഒരു കുടയും എടുത്തുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന സഹോദരൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വലിയ കഷ്ടപ്പാടാണ്, കുട്ടികൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്തിട്ടില്ല. കടമായിട്ടെങ്കിലും നീ കുറച്ച് പണം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഇന്നത്തെ ദിവസം ഭക്ഷണം വാങ്ങിക്കൊടുത്തേനെ. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല എന്നൊന്നും ഞാൻ പറയുകയില്ല. എൻ്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് ആർക്കും വെറുതെ കൊടുക്കാറില്ല. നീ തിരിച്ചു തരുമെന്ന് പറയുന്നു, പക്ഷേ നീ എന്ത് ജോലി ചെയ്ത് തിരിച്ചു തരും? മീൻ പിടിച്ചിട്ട് നിൻ്റെ മക്കൾക്ക് അന്നത്തെ ദിവസം പോലും ഭക്ഷണം കൊടുക്കാൻ നിനക്കില്ല. അപ്പോഴാണോ നീ എൻ്റെ കടം വീട്ടാൻ പോകുന്നത്? നീ ഒന്നുകൂടി നദിയിൽ പോയി വീശി നോക്ക്, ചിലപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും കിട്ടും. ഇതും പറഞ്ഞ് സഹോദരൻ വാതിൽ വലിച്ചടച്ചു. പാവം മീൻപിടുത്തക്കാരൻ ദുഃഖത്തോടെ തൻ്റെ വലയും എടുത്തുകൊണ്ട് നദിയിലേക്ക് പോയി. വല്ലാത്തൊരു കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് വല്ലാതെ പേടി വന്നു. അവർ മീൻപിടുത്തക്കാരനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ മീൻ പിടിക്കാൻ പോകണ്ട, തൽക്കാലം പറമ്പിലുള്ള എന്തെങ്കിലും ഇലകൾ വല്ലതും പറിച്ച് ഒരു സൂപ്പ് വല്ലതും ഞാൻ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാം. ഇന്ന് നിങ്ങൾ നദിയിൽ പോയി വല്ല അപകടവും പറ്റുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും? പക്ഷെ മീൻപിടുത്തക്കാരന് വലിയ സങ്കടമായിപ്പോയി. സഹോദരൻ അപമാനിച്ചിറക്കി വിട്ടതല്ലേ. അയാൾ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളിങ്ങനെ കരയുന്നത് കണ്ടുകൊണ്ട് വീട്ടിലിരിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് ആഴമുള്ള ഭാഗത്തേക്കെങ്ങും പോവുകയില്ല. നദിയുടെ കരയിലെങ്കിലും നിന്ന് ഞാനൊന്ന് വല വീശി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാലോ. അയാളങ്ങനെ വലയും എടുത്തുകൊണ്ട് നദിയിലേക്ക് പോയി. കുറേ നേരം അയാൾ വീശി. നല്ല ഇരുട്ടായി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം നിരാശനായിട്ട് തിരിച്ചു പോരുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ഒന്നുകൂടി വല വീശിയപ്പോൾ വലയിൽ ഭാരമുള്ള എന്തോ ഒന്ന് തടഞ്ഞു. വളരെ ബുദ്ധിമുട്ടിയാണ് അയാൾ വല വലിച്ചു കയറ്റിയത്. നോക്കുമ്പോൾ ഉരുണ്ട ഒരു കല്ലാണ്, പന്ത് പോലെ ഉരുണ്ട വലിയൊരു കല്ല്. അയാൾക്ക് വലിയ നിരാശ തോന്നി. ഒരു മീനായിരിക്കുമെന്നാണ് അയാൾ കരുതിയത്, പക്ഷേ ഇതൊരു കല്ല്. പക്ഷേ അതിൻ്റെ ആകൃതി കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു, ഇങ്ങനെ ഉരുണ്ട കല്ല് എപ്പോഴും കിട്ടാറില്ലല്ലോ, ഭക്ഷണമോ ഇല്ല, കുട്ടികൾ ഇതുകൊണ്ട് കളിക്കുകയെങ്കിലും ചെയ്യട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ ഈ കല്ലും എടുത്ത് വീട്ടിൽ പോയി മക്കൾക്ക് കൊടുത്തു. കുട്ടികൾക്ക് ഭാര്യ പറമ്പിൽ നിന്ന് കുറേ ഇലകളൊക്കെ പറിച്ച് സൂപ്പ് വെച്ച് കൊടുത്തിരുന്നതിനാൽ അവരെ കുറച്ച് സമാധാനത്തിലായിരിക്കുകയായിരുന്നു. വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുട്ടികൾക്ക് വിശപ്പുണ്ടായിരുന്നു. അവർ ഈ പന്ത് പോലെയുള്ള കല്ലെടുത്ത് തട്ടിക്കളിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ടുകൊണ്ട് മീൻപിടുത്തക്കാരനും ഭാര്യയും വളരെ വിഷമത്തോടെ മുറിയിലിരുന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന അനുസരിച്ച് ഈ കല്ലിൻ്റെ പുറത്തെ നിറം മാറി മാറി വരുന്നുണ്ട്. ആദ്യം അത് ഒരു ചേറ് പിടിച്ച പായൽ പിടിച്ച കല്ലായിരുന്നെങ്കിൽ കളിച്ച് വരുമ്പോൾ അതിൻ്റെ പുറത്തെ പായലും അഴുക്കും ഒക്കെ പോയിട്ട് നല്ല തിളങ്ങുന്ന ഒരു കല്ലായിട്ടത് മാറി. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്ക് അയാളുടെ മുറിയിൽ നിന്ന് ഈ കല്ലിൻ്റെ പ്രകാശം പുറത്തേക്ക് പ്രസരിക്കാൻ തുടങ്ങി. വിളക്ക് കത്തിക്കാതെ പോലും മുറിക്കുള്ളിൽ നിറയെ വെളിച്ചം. ആകെ ഭയന്നു പോയ മീൻപിടുത്തക്കാരനും ഭാര്യയും വലിയൊരു പുതപ്പ് കൊണ്ടുവന്ന് ആ കല്ല് മൂടിയിട്ടു. വെളുക്കുവോളം അതെന്ത് ചെയ്യണം എന്നായി രണ്ടുപേരുടെയും ചിന്ത. എന്തായാലും ഇത് വിലപിടിപ്പുള്ള എന്തോ ആണ് എന്നവർക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ മൂല്യം കൃത്യമായിട്ട് അവർക്ക് അറിയാൻ വയ്യാതിരുന്നതുകൊണ്ട് അത് രാജാവിനെ തന്നെ ഏൽപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു.
പിറ്റേന്ന് രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ഈ കല്ലുമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. നല്ല കട്ടിയുള്ളൊരു പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ് വലിയ ഭാണ്ഡത്തിലാക്കിയാണ് ഇവരിത് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നത്. ഒരുപാട് നേരം കാത്തു നിന്നതിന് ശേഷം അവർക്ക് രാജാവിനെ മുഖം കാണിക്കാൻ പറ്റി. ഭാര്യയും ഭർത്താവും കൂടെ രാജാവിൻ്റെ മുന്നിലേക്ക് തങ്ങൾ കൊണ്ടുവന്ന പൊതി തുറന്ന് കല്ലെടുത്ത് വെച്ചു. രാജസഭയിലിരുന്ന എല്ലാവരുടെയും കണ്ണഞ്ചിപ്പോയി. അത്രയ്ക്ക് പ്രകാശമായിരുന്നു ഈ കല്ലിന്. രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കല്ല് എവിടുന്ന് കിട്ടി? മീൻപിടുത്തക്കാരൻ പറഞ്ഞു, അങ്ങുന്നേ എനിക്കിത് വല വീശിയപ്പോൾ കിട്ടിയതാണ്. ഇത് ഞാൻ അങ്ങേക്ക് തരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്കിതിന് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? ഞാൻ നിനക്ക് 1000 സ്വർണ്ണ നാണയം തരട്ടെ. 1000 സ്വർണ്ണ നാണയം എന്ന് കേട്ടപ്പോൾ പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ്റെ കണ്ണ് തള്ളിപ്പോയി. അദ്ദേഹം ഒന്നും മിണ്ടാനാവാതെ തൻ്റെ ഭാര്യയെ നോക്കി നിന്നു. ഭാര്യയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അവർ ഭർത്താവിനെ നോക്കി വാപൊളിച്ച് നിന്നു. രണ്ടുപേരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചു, ഇവർ ഇതിനേക്കാളും വില ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന്. രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് 1 ചാക്ക് സ്വർണ്ണ നാണയം തരാം. ഇത് കേട്ടപ്പോഴും ഭാര്യയും ഭർത്താവും ഒന്നും മിണ്ടിയില്ല. അവർ വിറങ്ങലിച്ച് നിന്നുപോയി. രാജാവ് കരുതിയത് അവർക്ക് ഇതിലും വില ഈ കല്ലിന് വേണം എന്നാണ്. വില മതിക്കാനാവാത്തൊരു കല്ലാണ് അത് എന്ന് രാജാവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കണം എന്ന് തന്നെ രാജാവ് തീരുമാനിച്ചു. രാജാവ് മീൻപിടുത്തക്കാരനോട് പറഞ്ഞു, ഇനി മൂന്നാമതൊരു വിലപേശലില്ല. ഞാൻ നിങ്ങൾക്ക് 3 വലിയ കുതിരവണ്ടികൾ തരാം. ആ കുതിരവണ്ടിയിൽ കൊള്ളാവുന്ന അത്രയും സ്വർണവും തരാം. അതിൽ കൂടുതൽ വില എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലില്ല. സന്തോഷം കൊണ്ട് മീൻപിടുത്തക്കാരൻ കരഞ്ഞുപോയി. രാജാവിന് വിഷമമായി. അദ്ദേഹം കരുതിയത് ഇതിൽ കൂടുതൽ വില കിട്ടാവുന്ന ഈ കല്ല് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് തരാൻ ഈ മീൻപിടുത്തക്കാരന് വിഷമമാണ് എന്നാണ്. രാജാവ് അടുത്തിയെന്നയാളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ വില തരാൻ കയ്യിലില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നേനി. മീൻപിടുത്തക്കാരൻ പറഞ്ഞു, മതി അങ്ങുന്ന്, എനിക്ക് ഇത്ര മതി, ഇത് ധാരാളമാണ്. അങ്ങനെ 3 വലിയ കുതിരവണ്ടി നിറയെ സ്വർണം നിറച്ച് മീൻപിടുത്തക്കാരനും ഭാര്യയും സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവരുടെ ചെറിയ വീട്ടിൽ അത്രയധികം പണം വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. കുതിരവണ്ടിയിൽ കൊണ്ടുവന്ന സ്വർണം അവർ അവരുടെ മുറിയിൽ ചൊരിഞ്ഞിട്ടു. അതങ്ങനെ വെറുതെ കൂട്ടിയിട്ടാൽ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും അടുക്കി കെട്ടിവെക്കണം. അതിന് കുറച്ച് ചാക്കുകൾ വേണ്ടിയിരുന്നു. മീൻപിടുത്തക്കാരൻ തൻ്റെ മൂത്ത മകനോട് അടുത്ത് താമസിക്കുന്ന തൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ചെന്ന് കുറച്ച് ചാക്കുകൾ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവൻ അവിടെ ചെന്ന് മീൻപിടുത്തക്കാരൻ്റെ സഹോദരനോട് കുറച്ച് ചാക്കുകൾ കടം ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, നിനക്ക് എന്തിനാ ഇപ്പോൾ ചാക്ക്? നിങ്ങൾക്ക് ചാക്ക് കണക്കിന് മീൻ കിട്ടിയോ? അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് മീൻ വെക്കാനല്ല, ഞങ്ങൾക്ക് പണം വെക്കാനാണ് ഇപ്പോൾ ചാക്ക് വേണ്ടത്. ഇത് കേട്ട സഹോദരൻ ഉറക്കെ ചിരിച്ചു. കൊള്ളാമല്ലോ, ഇന്നലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇവിടെ വന്ന് യാചിച്ചവനാണ് ഇന്ന് പണം വെക്കാൻ ചാക്കിന് വരുന്നത്. കൊള്ളാം നിൻ്റെ തമാശ. ഞാനൊന്ന് കാണട്ടെ നിങ്ങളുടെ വീട്ടിൽ എത്രയാണ് പണമുള്ളതെന്ന്. അയാൾ ഈ കുട്ടിയുടെ കൈയും പിടിച്ച് സഹോദരൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നേരാണ്, മുറി നിറയെ സ്വർണ്ണമിടാൻ ഒരു സ്ഥലമില്ല. അയാളുടെ കണ്ണഞ്ചിപ്പോയി. അയാൾ പെട്ടെന്ന് ഓടിച്ചെന്ന് തൻ്റെ സഹോദരൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്ക് എവിടുന്ന ഇത്രയധികം പണം കിട്ടി? എന്നോടും കൂടെ പറഞ്ഞതാ. തന്നെ തലേന്ന് എത്ര അപമാനിച്ചാണ് സഹോദരൻ തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്ന് മീൻപിടുത്തക്കാരൻ അപ്പോൾ ഓർത്തു. തൻ്റെ കുട്ടികൾ എത്രയോ ദിവസങ്ങളിൽ വിശന്ന് അവൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. 1 മണി ധാന്യമോ 1 ഗ്ലാസ് വെള്ളമോ അവർക്ക് ഇവൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ തൻ്റെ വീട്ടിൽ പണം വന്നപ്പോൾ അതെവിടെ നിന്നാണെന്ന് അവനെ അറിയണം. ഇത്ര അത്യാഗ്രഹിയായ ദുഷ്ടനായ സഹോദരനോട് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് മീൻപിടുത്തക്കാരന് തോന്നി. അതുകൊണ്ട് മീൻപിടുത്തക്കാരൻ പറഞ്ഞു, അനിയ, എനിക്ക് ഈ പണം രാജാവ് തന്നതാണ്. അപ്പോൾ സഹോദരൻ ചോദിച്ചു, വെറുതെ രാജാവ് പണം തരുമോ? എന്തിനാണ് നിനക്ക് രാജാവ് പണം തന്നത്? അപ്പോൾ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വലിയ എലി ശല്യമാണ്, നീ അറിഞ്ഞില്ലേ? രാജാവിന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തും കിടക്കയിലും മുറ്റത്തും രാജസഭയിലുമൊക്കെ എലികൾ ഓടി നടക്കുകയാണ്. പലതരത്തിലുള്ള എലികളുണ്ട്, പെരിച്ചാഴികൾ മുതൽ ചെറിയ ചുണ്ടെലികൾ വരെ. അദ്ദേഹം ഇതുകൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നാൽ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാം എന്ന് കരുതി ഞാനെൻ്റെ വീട്ടിലുള്ള 3 പൂച്ചക്കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് ഒരു ചാക്കിലാക്കി രാജാവിന് കൊണ്ടു കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം എനിക്ക് തന്നതാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ. കേട്ട പാതി കേൾക്കാത്ത പാതി സഹോദരൻ പുറത്തേക്ക് ഓടി. വേഗം വീട്ടിൽ ചെന്ന് തൻ്റെ ജോലിക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. നാട്ടിലുള്ള പൂച്ചകളെല്ലാം പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 100 കണക്കിന് പൂച്ചകളെ അയാൾ പിടിച്ചു. എല്ലാ പൂച്ചകളെയും കൂടി പല പല ചാക്കുകൾക്കകത്ത് എടുത്തു വെച്ച് കെട്ടി വലിയൊരു വണ്ടിയിൽ കയറ്റി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു.
താൻ വലിയൊരു സമ്മാനവുമായിട്ടാണ് രാജാവിനെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് അയാൾ കാവൽക്കാരോട് പറഞ്ഞു. ഇയാളുടെ കെട്ടും മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഇയാൾ വളരെ ധനികനാണെന്ന് മനസ്സിലാക്കിയ കാവൽക്കാർ ഇയാളെന്തോ വലിയ സാധനം കൊണ്ടാണ് രാജാവിനെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് കരുതി അയാളെ പെട്ടെന്ന് തന്നെ സഭയിലേക്ക് കടത്തിവിട്ടു. തൻ്റെ സേവകരെ കൊണ്ട് ചാക്കുകൾ ഒന്നൊന്നായിട്ട് രാജസഭയിലേക്ക് എടുപ്പിച്ച അയാൾ രാജാവിനോട് പറഞ്ഞു, അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ടൊരു സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അയാൾ ചാക്കുകൾ ഒന്നൊന്നായിട്ട് അഴിക്കാൻ തുടങ്ങി. ചാക്കുകളിൽ നിന്ന് പൂച്ചകൾ പുറത്തിറങ്ങി സഭയിലാകെ ഓടി നടക്കാൻ തുടങ്ങി. രാജകൊട്ടാരത്തിൻ്റെ മുക്കിലും മൂലയിലും പൂച്ചകൾ ഓടി നടന്നു. പലരെയും അവ മാന്തി. പാത്രങ്ങൾ തട്ടിമറിച്ചു, പൂച്ചട്ടികൾ മറിച്ചിട്ടു, കിടക്കകൾ അലങ്കോലമാക്കി. ആകെ ബഹളം. കലി കയറിയ രാജാവ് തനിക്ക് ഇത്ര വിചിത്രമായ സമ്മാനവുമായി വന്ന ആളെ ഉടൻ തന്നെ തുറങ്കിലടയ്ക്കാൻ ആജ്ഞാപിച്ചു. അയാൾ എത്ര കാലം ജയിലിൽ കിടന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കുറേ കാലമെങ്കിലും അയാൾ ജയിലിൽ കിടന്ന് കാണണം. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.